ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രികാലത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. आशीषित सुंदर रात्रि के लिए मैं परमेश्वर का धन्यवाद करता हूँ। വന്നുകൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരാകുന്ന കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. उपस्थित समस्त परमेश्वर के आदरणीय दासगणों को, भाई बहनों को प्रभु यीशु मसीह के नाम में मैं अपना नमन और अभिनंदन अर्पित करता हूँ। ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. उपवास प्रार्थना के समापन रात्रियों में हम आ पहुंचे हैं। ഇന്ന് രാത്രി 38ാമത്തെ രാത്രികാലമാണ്. आज की रात 38वीं रात है। കർത്താവിന്റെ ദാസൻ പരാമർശിച്ചതുപോലെ 38 വർഷക്കാലം തളർന്നു കിടന്ന രോഗി ബത്സയിദ കുളക്കരയിൽ വെച്ച് യേശു ക്രിസ്തുവിനാൽ സൗഖ്യമായി. जैसा परमेश्वर के दास ने कहा कि 38 वर्षों से जो रोगी था वो बेतसैदा के कुंड में उसने चंगाई पाई। യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. आज यीशु मसीह आज भी जीवित है। അന്ന് പ്രവർത്തിച്ച യേശു उस समय काम किया हुआ प्रभु यीशु मसीह ഈ രാത്രിയിലും പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. आज की रात भी कार्य करने के लिए विश्वास योग्य है। 38 വർഷം പഴക്കമുള്ളതാണെങ്കിലും കർത്താവിന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ കഴിയും. 38 वर्षों पुरानी अगर कोई समस्या क्यों ना हो, आज भी परमेश्वर आपके जीवन में आश्चर्य कर्म कर सकता है। 38ാം ദിവസം ചിലത് സംഭവിക്കേണ്ടത് ആവശ്യമാണ്. 38वें दिन में कुछ तो होना है। ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോഴും കർത്താവ് എന്നോട് പറയുവാനിടയായി, ഇതിന്റെ നടുവിൽ അവിടുത്തെ സൗഖ്യം നിറഞ്ഞു നിൽക്കുകയാണ്. और जब मैं अपने प्रार्थना कक्ष में प्रार्थना कर रहा था, प्रभु ने मुझे बताया कि यहाँ उसकी चंगाई भरी हुई है। എന്റെ ജനം അത് സ്വീകരിക്കണം. मेरे लोग उसे स्वीकार करें। വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി ഇരിക്കേണ്ട കാര്യമില്ല. अन्य किसी व्यक्ति से उसे प्राप्त करने के लिए बैठने की आवश्यकता नहीं है। ഞങ്ങളെ പോലെ ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. और हमारी तरह के कुछ लोगों की प्रार्थना करने की जरूरत नहीं है। ഈ ഉപവാസത്തിന്റെ നടുവിൽ തന്നെ ആ ആത്മീക വിടുതലുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. इस उपवास के मध्य में ही वो आत्मिक छुटकारा यहाँ पर व्याप्त है, भरा हुआ है। അഭിഷക്തന്മാർ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. अभिषिक्तगण इन दिनों में प्रार्थना कर रहे थे। ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ട് ഈ അന്തരീക്ഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. उस प्रार्थना के परिणाम स्वरूप यहाँ के वातावरण में ही आश्चर्य कर्म व्याप्त है। നിങ്ങൾക്കത് സ്വീകരിക്കുവാൻ കഴിയും. आप उसे स्वीकार कर सकते हैं। നിങ്ങൾക്കത് പിടിച്ചെടുക്കുവാൻ കഴിയും. आप उसे प्राप्त कर सकते हैं। രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. केवल 2 ही कार्य आपको करने हैं। വിശ്വസിക്കുക, विश्वास कीजिए സ്വീകരിക്കുക. और प्राप्त कर लीजिए। വിശ്വസിക്കുക, विश्वास कीजिए, സ്വീകരിക്കുക. प्राप्त कर लीजिए। സംഭവിക്കുവാൻ പോകുകയാണ്. ये ऐसा होने जा रहा है। നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? क्या आप यकीन करते हैं? അങ്ങനെയെങ്കിൽ സ്വീകരിക്കുവാൻ തയ്യാറാണോ? अगर ऐसा है तो क्या आप उसे प्राप्त करने के लिए तैयार हैं? പ്രഥമ നിമിഷങ്ങളിൽ തന്നെ 1-2 നിമിഷങ്ങൾ നമുക്കത് സ്വീകരിക്കുവാൻ വേണ്ടി കണ്ടെത്താം. और प्रथम कुछ क्षणों में हम 1-2 क्षण उसे स्वीकार करने के लिए रहें। കഴിഞ്ഞുപോയ 38 ദിവസങ്ങളും പ്രഭാഷണങ്ങൾ അധികം നിങ്ങൾ കേട്ടിട്ടുണ്ട്. पिछले 38 दिनों में आपने बहुत सारे प्रवचन सुने हैं। അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിലത് ലഭിക്കേണ്ടത് ആവശ്യമാണ്. अगर ऐसा है तो आज की रात हमें कुछ प्राप्त करना अति आवश्यक है। ചില നാളുകൾക്ക് മുന്നമേ കേരളത്തിൽ ഒരു വലിയ ആത്മീക സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ, कुछ समय पूर्व केरल में जब एक बड़ी आत्मिक सभा का संचालन हो रहा था, അത് അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം അതിന്റെ നടുവിൽ വെളിപ്പെട്ടു. असाधारण परमेश्वर की उपस्थिति वहां उसके मध्य प्रकट हुई। അപ്പോൾ ഞങ്ങൾ കാണുന്നത് സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. हमने देखा कि स्वर्ग खुला है, स्वर्ग से अनेक चीजों की वर्षा हो रही है। ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സ്പൂണുണ്ട്, ഫ്രിഡ്ജുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, നാഡീ ഞരമ്പുണ്ട്, പലതുമുണ്ട്. और हमने देखा कि चम्मच है, फ्रिज है, कूलर है, हाथ है, पैर है, नसें हैं। ഞങ്ങൾ ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇതെന്താ കർത്താവ് എന്ന് ചോദിച്ചു. हमने आत्मा में प्रार्थना की और प्रभु से पूछा, प्रभु ये क्या चीज है? ആവശ്യക്കാർ ഇതിന്റെ നടുവിലുണ്ട്. यह बीच में इसके आवश्यक लोग ऐसे लोग बैठे जिनको इनकी आवश्यकता है। സ്പൂൺ ആവശ്യമുള്ളവർ ഇതിന്റെ നടുവിലുണ്ട്. ऐसे लोग हैं जिनको चम्मच की आवश्यकता है। കാലിന്റെ നാഡീ ഞരമ്പിൽ കേടുവന്നവർ ഇതിന്റെ നടുവിലുണ്ട്. और पैर की नसों में जिनकी गड़बड़ी है, उनको यहाँ बैठे उन्हें इसकी आवश्यकता है। അവർക്കുള്ളതാണ് സ്വർഗത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത്. उनके लिए है ये चीजें जो स्वर्ग से गिर रही हैं। ഈ 38ാം ദിവസം നിനക്ക് വേണ്ടി ചിലത് സ്വർഗത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുവാൻ പോകുകയാണ്. इस 38वीं रात्रि में आपके लिए स्वर्ग से कुछ चीजें गिरने वाली हैं। നിനക്കത് പിടിച്ചെടുക്കുവാൻ കഴിയുമോ? आप उसे क्या प्राप्त कर सकेंगे? സ്വീകരിക്കുവാൻ കഴിയുമോ? क्या आप उसे ग्रहण कर सकेंगे? യെസ്, यस, ആമേൻ. വിശേഷാൽ കാലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, विशेष रूप से पैर से संबंधित कुछ समस्या है जो परेशानी आप झेल रहे हैं। നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, चलने में अगर आपको परेशानी है, നിങ്ങളുടെ നീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, आपके घुटनों में अगर कोई दिक्कत है, ചിലപ്പോൾ ഇതിന്റെ നടുവിൽ നീ ക്യാപ്പ് ധരിച്ചവർ കണ്ടെന്നിരിക്കാം. संभवतः यहाँ ऐसे लोग बैठे होंगे जिनके घुटने की कटोरी ही नहीं लगी होगी। കർത്താവിന് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. परमेश्वर आपके लिए आश्चर्य कर्म कर सकता നീ है ക്യാപ്പ് കൂടാതെ തന്നെ നിനക്ക് നടക്കുവാൻ കഴിയും. और आप उस घुटने की कटोरी के बगैर ही चल सकते ആ हैं। കാലിന്റെ മേലുള്ള ആ രോഗബന്ധനം അഴിയുവാനിട വരും. और उस पैर के ऊपर जो रोग का बंधन है वो खुल जाएगा। ആ അസ്ഥികൾ സൗഖ്യമാകുവാനിട വരും. वो हड्डियां चंगी हो जाएंगी। ആമേൻ. आमीन।
അങ്ങനെയുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. अगर ऐसे कोई लोग हैं तो കാലുമായി कृपया ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കരങ്ങളൊന്ന് पैर ഉയർത്തിപ്പിടിക്കുക. से संबंधित जिनको तकलीफ है, परेशानी है, केवल ऐसे ही लोग कृपया हाथ നിങ്ങളുടെ उठाएं। കാലിനൊരു സൗഖ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലവണ്ണം കരം आपके ഉയർത്തിപ്പിടിക്കുക. पैरों में अगर आपको चंगाई चाहिए तो कृपया अपने हाथ अच्छी तरह उठा लीजिए, യെസ്, ഉയർത്തിപ്പിടിക്കുക. हाथ ऊपर उठा लीजिए। ആ ഉയർത്തിപ്പിടിച്ച് വരാതെ നിങ്ങളുടെ നിന്ന് എഴുന്നേറ്റ് और നിൽക്കുക. जिन लोगों ने हाथ उठाए हैं, जिनके पैरों में तकलीफ है, वो अपने स्थानों पर खड़े हो जाएं। ഒത്തിരി പേരുണ്ടല്ലോ, ഒന്ന് बहुत എഴുന്നേറ്റ് सारे നിൽക്കുക. लोग हैं, कृपया अपने स्थान में खड़े हो जाएं जिन्होंने हाथ उठाए हैं। ആമേൻ. आमीन, ഹല്ലേലൂയ. हालेलुया। ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? मैंने क्या बोला आपसे? നിങ്ങളുടെ സൗഖ്യം ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ട്. आपकी चंगाई इसी समय इस वातावरण में व्याप्त है। സാധാരണ വേറൊരു ഭാഷ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സൗഖ്യം ഇപ്പോൾ നിങ്ങളിൽ തന്നെ ഉണ്ട്. और अगर दूसरी भाषा में बोला जाए तो आपकी चंगाई आपके भीतर ही मौजूद है। സൗഖ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. चंगाई एक व्यक्ति है। ബൈബിളിൽ സൗഖ്യം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമൊന്നുമല്ല. और बाइबल में चंगाई कोई तत्वशास्त्र नहीं है। ബൈബിളിൽ സൗഖ്യം ഒരു വ്യക്തിയാണ്. बाइबल में चंगाई एक व्यक्ति है। ആ വ്യക്തിയുടെ പേരെന്താണ്? उस व्यक्ति का क्या नाम है? യേശു. यीशु। ആ യേശു ഇപ്പോൾ എവിടെയാണ്? वो यीशु अभी कहाँ है? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, अगर आपने उद्धार पाया है, ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം പേര് ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായി. यहाँ उपस्थित बहुसंख्य लोग, मैं विश्वास करता हूँ कि पवित्र आत्मा का अभिषेक पाए हुए लोग हैं। അങ്ങനെയെങ്കിൽ യേശു ഇപ്പോൾ എവിടെയാണ്? अगर ऐसा है तो अभी यीशु कहाँ पर है? നിങ്ങളിലാണ്. आपके भीतर है। സൗഖ്യം ഇപ്പോൾ എവിടെയാണ്? चंगाई अभी कहाँ है? നിങ്ങളിലാണ്. आपके भीतर है। ഇവിടെ ഈ നടക്കുന്ന പ്രാർത്ഥനയുടെ പരിണതഫലമായി സൗഖ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. यहाँ चलने वाली प्रार्थना सभाओं के फलस्वरूप चंगाई यहाँ पर व्याप्त है। ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. मेरे प्रार्थना करने की कोई जरूरत नहीं है। വേറെ ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. किसी भी अन्य व्यक्ति के प्रार्थना करने की आवश्यकता नहीं है। നിങ്ങളും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. आपके भी प्रार्थना करने की आवश्यकता नहीं है। അതങ്ങ് സ്വീകരിച്ചേ. केवल उससे ले लीजिए, उस चंगाई को ले लीजिए। വളരെ ലളിതമായി അതങ്ങ് സ്വീകരിച്ചേ. बड़े सरल रूप से उस चंगाई को ले लीजिए। അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, अगर आप ऐसे इस प्रकार से इसे ले रहे हैं, നിങ്ങൾ കണ്ണടച്ച് നിൽക്കേണ്ട കാര്യമില്ല. आपको आंखें बंद करके खड़े रहने की जरूरत नहीं है। വല്ലതും സ്വീകരിക്കുന്നവർ കണ്ണടച്ചല്ല സ്വീകരിക്കുന്നത്. जो कुछ लोग कुछ चीजों को प्राप्त करते हैं, वो लोग आंखें बंद करके नहीं प्राप्त करते। കണ്ണു തുറന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. आंखें खोलकर आप इसे ले सकते അത് हैं। നിങ്ങൾ आप സ്വീകരിക്കുകയാണെങ്കിൽ, उसे अगर ले रहे हैं, എന്തായിരുന്നു നിങ്ങളുടെ കാലിന്റെ ബുദ്ധിമുട്ട്, जो भी आपके पैरों में तकलीफ थी, അതിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുകയാണ്. उसके विरुद्ध आप कुछ काम करने जा रहे हैं। മടക്കാൻ വയ്യായെങ്കിൽ, अगर आप पैर मोड़ नहीं सकते थे, നിങ്ങൾ മടക്കുവാൻ പോകുകയാണ്. आप उसे मोड़ने जा रहे हैं। ഓടുവാൻ വയ്യായെങ്കിൽ, अगर आप दौड़ नहीं पाते थे, നിങ്ങൾ ഓടുവാൻ आप പോകുകയാണ്. दौड़ने जा रहे हैं। സ്വീകരിക്കുന്നവർ അതങ്ങ് ചെയ്യുക. जो ले रहे हैं वो उसे ले लीजिए। ഹല്ലേലൂയ. हालेलुया। ബാക്കിയുള്ളവരോട് പ്രോത്സാഹിപ്പിച്ചേ ഈ और പ്രിയപ്പെട്ടവരെ. साथ में जो बैठे वो लोग, इन लोगों को प्रेरित कीजिए, इन प्रिय लोगों को, जो लोग ये काम नहीं कर पाते थे पहले, पैरों से संबंधित वो काम करने लगे। हालेलुया, 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 हालेलुया। യേശുവിൻ നാമത്തിൽ, यीशु के नाम में, യേശുവിൻ നാമത്തിൽ यीशु के नाम में കൈ പൊങ്ങട്ടെ, हाथ उठ जाए, പൊങ്ങട്ടെ. उठ जाए, യേശുവിൻ നാമത്തിൽ हाथ उठ പൊങ്ങട്ടെ. जाए। യേശുവിൻ നാമത്തിൽ, यीशु के नाम में, യേശുവിൻ यीशु നാമത്തിൽ, के नाम में, യേശുവിൻ यीशु നാമത്തിൽ के नाम में ഇപ്പോൾ ആ അത്ഭുതം സ്വീകരിക്കുക. इसी समय उस चंगाई को ले लीजिए। വാ, കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആ അത്ഭുതം സ്വീകരിക്കുക. ताली बजाते हुए परमेश्वर से, प्रभु से उस आश्चर्य कर्म को, चंगाई को ले लीजिए। അന്യഭാഷകളിൽ അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. अन्य भाषा में थोड़ी देर परमेश्वर की स्तुति कीजिए। Abzian Zarbako Sharia Batonali Amarduna Lagadani Varturi Valadara Saidiri Vaushadiri Alagadara Bautara Dartibara Advenam Taimoro Began Masvetri Shvolamianturu Speredianturi Valta Vanadara Darwiatara Vasmata Mamana Rumatuna Aushadara di Barta Lautis Parotush Manadi. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. आप खुद अपने आप को जांच कर देखिए। നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു, ഇപ്പോൾ അതൊന്ന് പരിശോധിച്ച് നോക്കിയേ. आपके पैरों में जो दिक्कत थी, क्या वो अब दूर हो गई है? खुद को जांच कर देखिए। ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. वो अंतर थोड़ा समझ कर देखिए। ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, अगर वो अंतर आपको समझ में आ रहा है, पैरों में जो दिक्कत थी अब नहीं है, ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നു, अगर आपको लगता है कि आपने चंगाई पाई है, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, ഞാനത് ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് ബോധ്യമുണ്ട്, मैंने उस चंगाई को स्वीकार किया है, मैं उस चंगाई को अनुभव कर रहा हूं, अगर आपको ऐसा लगता है, അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി. अगर ऐसा कोई है तो अब
तब आप कृपया हाथ उठाएं। ഇപ്പോൾ തന്നെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. इसी समय वो हाथ उठाएं। നല്ലോണം ഉയർത്തിപ്പിടിക്കുക. अच्छे से हाथ उठा लीजिए जिनको लगता है कि उन्होंने चंगाई पाई है। ലജ്ജിക്കാതെ ഉയർത്തിപ്പിടിക്കുക. बगैर शर्म का अनुभव किए उस हाथ को उठा लीजिए। ഈ ഉയർത്തപ്പെട്ട കരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. इन उठाए हुए हाथों पर जरा ध्यान दीजिए आप लोग। ഭൂരിപക്ഷം പേരുടെ മേലും കർത്താവിന്റെ ശക്തി और വന്നിരിക്കുകയാണ്. बहुसंख्य लोगों के ऊपर परमेश्वर की सामर्थ उतरी है। ഈ കൈ ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ जब ये हाथ उठे हुए हैं, ഇത് നിങ്ങളുടെ പ്രഖ്യാപനമാണ്. ये आपकी घोषणा भी है। ഇതൊരു പ്രൊക്ലമേഷൻ ആണ്. ये एक घोषणा है। നിങ്ങൾ അനുഭവിക്കുന്നത്, आप जो अनुभव कर रहे हैं, നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. आप सार्वजनिक रूप से उसकी घोषणा कर रहे हैं। നിങ്ങളുടെ ഈ പ്രഖ്യാപനത്താൽ आपकी इस घोषणा के द्वारा ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ച इसी समय आपने जो स्वीकार किया है, ഈ സൗഖ്യം ये चंगाई സ്ഥിരപ്പെട്ടിരിക്കുന്നു. वो स्थायी रूप से रहेगी। आप എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നു. वो स्थिर हो गई है। Hallelujah! हालेलुया! Praise the Lord! ഈ സൗഖ്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ये चंगाई स्थिर की गई है। ഈ സൗഖ്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ये चंगाई स्थापित की गई है। ഈ സൗഖ്യം ये സ്ഥിരപ്പെട്ടിരിക്കുന്നു. चंगाई स्थायी है। ഹല്ലേലൂയ. ദയവായി അതാതിടങ്ങളിൽ ഇരിക്കുക. मेहरबानी से अपनी जगहों पर बैठ जाइए। രണ്ടാമത് വേറൊരു കാര്യത്തിനു വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ എനിക്ക് ബോധ്യമുണ്ട്. दूसरी बात, एक अन्य चीज के लिए प्रार्थना करने के लिए मेरे अंदर प्रेरणा है। ദൈവാത്മാവ് ഒരു ബോധ്യം തന്നു. परमेश्वर के आत्मा ने ये विचार मेरे अंदर ഇതിൽ दिया। ചിലർ ആത്മസാന്നിധ്യം വരുന്ന സന്ദർഭത്തിൽ और यहाँ ऐसे कुछ लोग बैठे हैं जो जब आत्मा की उपस्थिति में आ जाते हैं ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ചിലർക്ക് വരുന്നു. तो उनको उबकाई आती है। ऐसा लगता है कि उल्टी लग रही है। വോമിറ്റ് ചെയ്യണമെന്നുള്ള ഒരു സെൻസേഷൻ വരുന്നു. ऐसे लगता है कि उनको उल्टी करना है जब आत्मा की भरपूरी अनुभव करते हैं। ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ जब आराधना वगैरह करते हैं तब आपको ऐसा लगता है कि आपको उल्टी आ रही है। ആത്മസാന്നിധ്യം വർദ്ധിച്ചു വരുമ്പോൾ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നു. आत्मा की उपस्थिति जब आपके अंदर बढ़ती जाती है तो आपको ऐसा लगता है कि आपको उल्टी आ रही है। അങ്ങനെയുള്ളവർ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ऐसा कोई है यहाँ व्यक्ति जो, तो हाथ उठा लीजिए। യെസ് യെസ് യെസ്. ആ കരം ഉയർത്തിയിട്ടില്ലെന്ന് എഴുന്നേറ്റ് നിന്നേ. जिन लोगों ने हाथ उठाए हैं कृपया अपने स्थानों पर खड़े हो जाएं। എഴുന്നേറ്റ് നിൽക്കുക. अपने स्थान पे खड़े हो जाएं। നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു തടസ്സമുണ്ട്. आपके जीवन में कुछ रुकावट है। അതൊരു പൈശാചിക തടസ്സമാണ്. वो एक पैशाचिक बाधा है। അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ആരാധനയുടെ സമയത്ത് ആ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നത്. इसी कारण आराधना के समय आपको उल्टी आती है। യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? यीशु मसीह क्यों इस पृथ्वी पर आए? പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടിയാണ്. शैतान के कार्यों को नाश करने के लिए। പിശാചിന്റെ പ്രവൃത്തി എന്താണ്? शैतान का कार्य क्या है? മോഷ്ടിക്കുക, चोरी करना, കൊല്ലുക, घात करना, ഡിസ്ട്രോയ് ചെയ്യുക. नष्ट करना, അതാണ് അവന്റെ പ്രവൃത്തി. वो है उसका कार्य। അവന്റെ പ്രവൃത്തിയുടെ ചില ഭാഗങ്ങളാ നിങ്ങൾക്ക് ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകും. उसके कार्य के कुछ भाग हैं जो आप में ऐसा उल्टी लगता है आपको। എന്നാൽ യേശു എന്തിനാ വന്നത്? लेकिन यीशु मसीह क्यों आए? അവന്റെ പ്രവൃത്തികളെ അഴിക്കാനാ. शैतान के कामों को खोलने के लिए। ഈ ഉപവാസ പ്രാർത്ഥനയിൽ അഴിഞ്ഞില്ലേ പിന്നെ എന്നാ അഴിയുന്നത്? ये उपवास प्रार्थना में नहीं तो फिर कब होगा ये काम? എപ്പോ വേണേലും അഴിയും. वो कभी भी हो सकता है। പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ लेकिन इस उपवास प्रार्थना में പ്രത്യേകിച്ചും അന്തരീക്ഷം ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. विशेष रूप से जब वातावरण परमेश्वर की उपस्थिति से भरपूर हो, അതിനാൽ ഇപ്പോൾ അഴിയും. इसीलिए ये इसी समय ये बाधा खुल जाएगी। ये बाधा നിന്റെ മേലുള്ള പിശാചിന്റെ പ്രവൃത്തി ഇപ്പോൾ അഴിയും. आपके अंदर शैतान की जो बाधा इसी समय खुल जाएगी। ഇനിയും ഒരിക്കലും നിന്നെ ബന്ധിക്കുവാൻ ഇടവരാതെ നിന്റെ മേൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ പോവുകയാണ്. अब कभी भी आपके ऊपर ये बंधन ना आ सके, ऐसी स्थिति में वह बंधन आपसे दूर होने जा रहा है। നിങ്ങൾ നിൽക്കുന്നവര് ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയരുത്. आप जो खड़े हैं आप लोग हालेलुया या स्तुति मत बोलिएगा। ബാക്കി ഞങ്ങൾ അഭിഷക്തന്മാരെല്ലാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. बाकी हम सब जो अभिषिक्त लोग हैं वो लोग प्रार्थना करने जा रहे हैं। സ്തുതിക്കാൻ പോകുകയാണ്. हम लोग परमेश्वर की स्तुति करने जा रहे हैं। ആ സമയത്ത് നിങ്ങൾ യേശുവിന്റെ നാമം അധരത്തിൽ എടുത്തുകൊണ്ട് उस समय आप लोग यीशु का नाम अपने उच्चारण करके പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുക. पवित्र आत्मा के साथ सहयोग कीजिएगा। അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. आश्चर्य कर्म आपके जीवन में होने जा रहा है। ഉദരത്തിലോ മറ്റെവിടെയെങ്കിലുമോ ഉള്ള എല്ലാ പ്രവൃത്തികളും പിശാചിന്റെ പ്രവൃത്തികളും അഴിഞ്ഞിരിക്കും. आपके पेट में या शरीर के अन्य भागों में जहां भी शैतान का कार्य है वो इसी समय खुल जाएगा। യേശുവിൻ നാമത്തിൽ അഴിഞ്ഞിരിക്കും. यीशु के नाम में खुल जाएगा। ആമേൻ. എല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. सब लोग मिलकर कृपया इन लोगों के लिए प्रार्थना करें। ഈ സമയത്ത് സ്തുതിക്കണം. സ്തുതി വളരെ इस समय स्तुति कीजिएगा। स्तुति अत्यंत महत्वपूर्ण है। സ്തുതി വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആയുധമാണ്. स्तुति अत्यंत महत्वपूर्ण आत्मिक हथियार है। യേശുവിൻ നാമത്തിൽ ഇവരുടെ മേലുള്ള പ്രവൃത്തികൾ പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. यीशु के नाम में इसी समय शैतान का जो कार्य इनके शरीर में खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ. खुल जाए। ആ യൗവനക്കാരന്റെ മേലുള്ള ബന്ധനം അഴിയട്ടെ. उस जवान के ऊपर जो बंधन है खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിഞ്ഞു മാറട്ടെ. खुल के निकल जा।
യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. यीशु के नाम में खुल के निकल जा, അഴിഞ്ഞു മാറട്ടെ. खुल जाए, खुल जाए, खुल जाए, खुल के निकल जाए यीशु के नाम में. ഈ പെൺപൈതലിന്റെ മേലുള്ള പ്രവർത്തികൾ, പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. और इस लड़की के ऊपर जो शैतान का कार्य वो खुल जाए, അഴിഞ്ഞു മാറട്ടെ. इसी समय खुल जाए, खुल के निकल जाए. പുറത്തു പോകട്ടെ. बाहर निकल, बाहर निकल, പുറത്തു പോകട്ടെ. बाहर निकल जाए, പുറത്തു പോകട്ടെ. बाहर निकल जाए, പുറത്തു പോകട്ടെ. बाहर निकल जाए യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, यीशु मसीह के अधिकार पूर्ण नाम में. सब लोग एक साथ मिलकर प्रार्थना कीजिए. अन्य लोग जो एक साथ मिलकर प्रार्थना कीजिए. छुटकारा हो जाए, छुटकारा हो जाए, छुटकारा हो जाए, छुटकारा हो जाए. യേശുവിൻ നാമത്തിൽ ദുരാത്മാക്കൾ പുറത്തു വരട്ടെ. यीशु के नाम में दुष्ट आत्माएं बाहर निकले. ഇനി ഒരിക്കലും ആ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകാതെ വണ്ണം अब कभी भी वो उबकाई आए बगैर യേശുവിൻ നാമത്തിൽ ഇവർ വിടുവിക്കപ്പെടട്ടെ. यीशु के नाम में ये लोग छुड़ाए जाएं. വാദറുന്ന ദൈവത്തെ സ്തുതിക്കൂ. मुंह വാദറുന്ന खोलकर परमेश्वर की स्तुति कीजिए, मुंह खोल के परमेश्वर की महिमा कीजिए. हालेलुया, 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 हालेलुया. പ്രവർത്തികൾ, ദുഷ്ടന്റെ പ്രവർത്തികൾ അഴിയട്ടെ. दुष्ट के सारे कार्य खुल जाए, खुल जाए. യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. यीशु के नाम में खुल जाए. മകൾ സ്വതന്ത്രയാകട്ടെ. आज ये स्वतंत्र हो जाए. യേശുവിൻ നാമത്തിൽ സ്വതന്ത്രയാകട്ടെ. यीशु के नाम में स्वतंत्र हो जाए. ഈ മകൾ സ്വതന്ത്രയാകട്ടെ. ये बच्ची स्वतंत्र हो जाए. യേശുവിൻ നാമത്തിൽ സ്വതന്ത്രയാകട്ടെ. यीशु के नाम में स्वतंत्र हो जाए, സ്വതന്ത്രയാകട്ടെ. स्वतंत्र हो जाए. ആ സഹോദരിയുടെ മേൽ ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. उस बहन के ऊपर एक आश्चर्य कर्म इसी समय हो. അഴിയട്ടെ, അഴിയട്ടെ. खुल जाए, खुल जाए, खुल जाए. പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. शैतान के सारे बंधन खुल जाए. അവരുടെ ആ തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് തന്നെ വിടുതൽ വെളിപ്പെടട്ടെ. गले के भाग में जो छुटकारा व्यक्त हो जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ. खुल जाए. ഈ യവനക്കാരൻ ഇപ്പോൾ സ്വതന്ത്രനാകട്ടെ. ये जवान भाई इसी समय स्वतंत्र हो जाए, സ്വതന്ത്രനാകട്ടെ, स्वतंत्र हो जाए, സ്വതന്ത്രനാകട്ടെ. स्वतंत्र हो जाए. അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. एक आश्चर्यजनक चंगा छुटकारा इसी समय हो. വിട്ടുപോ, വിട്ടുപോ മോനെ, വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോട്ടെ. छोड़ के चला जा, छोड़ के चला जा, छोड़ दे, വിട്ടുപോട്ടെ, छोड़ के चला जा, വിട്ടുപോട്ടെ, छोड़ के चले जाए, छोड़ के चले जाए, വിട്ടുപോട്ടെ, चले जाए, വിട്ടുപോട്ടെ, चले जाए, വിട്ടുപോട്ടെ. चले जाए. ഇപ്പോൾ ഇവൻ इसी സ്വതന്ത്രനാകട്ടെ. समय ये स्वतंत्र हो जाए, സ്വതന്ത്രനാകട്ടെ. स्वतंत्र हो जाए. ഇവിടെയുള്ള ഒരു മരണ വ്യാപാരം ഉണ്ട്. ഇറങ്ങട്ടെ, പുറത്തിറങ്ങട്ടെ. ഇവിടെയുള്ള മരണ വ്യാപാരം പുറത്തിറങ്ങട്ടെ. के अंदर शैतान का जो कार्य बाहर आ जाए, മരണത്തിന്റെ പ്രവർത്തികൾ ഇവളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ. मौत के जो भी कार्य इनके अंदर से खुल जाए, മരണത്തിന്റെ ഡെത്ത് मृत्यु की जो भी उनके अंदर कार्य कर रही है आत्मा खुल के बाहर निकल जाए. മൃത്യുവിന്റെ പ്രവൃത്തി ഇപ്പോൾ അഴിയട്ടെ. मृत्यु का कार्य इसी समय खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ, खुल जाए, അഴിയട്ടെ. खुल जाए. ഇപ്പോൾ ഇവൾ സ്വതന്ത്രയാകട്ടെ. इसी समय ये स्वतंत्र हो जाए, സ്വതന്ത്രയാകട്ടെ. स्वतंत्र हो जाए. യേശുവിൻ നാമത്തിൽ സ്വതന്ത്രയാകട്ടെ. यीशु के नाम में स्वतंत्र हो जाए. ഈ പൈതൽ വിടുവിക്കപ്പെടട്ടെ, ഇവൾ വിടുവിക്കപ്പെടട്ടെ. इसी समय एक छुटकारा पाए. इसी समय छुटकारा पाए, छुटकारा पाए, छुटकारा पाए. खुल जाए, खुल जा, खुल जा, खुल जाए, 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 खुल जाए. അന്യായ ശക്തികൾ അവിടെ നിന്ന് വിട്ടുപോട്ടെ, അഴിഞ്ഞുപോട്ടെ. अन्याय के सारे बंधन इसके अंदर से दूर हो जाए. അഴിഞ്ഞുപോട്ടെ. खुल जाए, खुल जाए, उसके अंदर से खुल के दूर हो जाए. ചേർന്ന് പ്രാർത്ഥിച്ചോ, ചേർന്ന് പ്രാർത്ഥിച്ചോ. അല്പസമയം കൂടെ एक പ്രാർത്ഥിച്ചോ. साथ प्रार्थना करें, प्रार्थना करें, सब मिलकर प्रार्थना करें. അത്ഭുതങ്ങളിൽ സംഭവിക്കുവാൻ ഇടവരട്ടെ. एक आश्चर्य कर्म छुटकारा यहाँ पर हो जाए. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. शैतान के कार्यों को नाश करने के लिए परमेश्वर का पुत्र प्रकट हुआ. खुल जाए, 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 खुल जाए. കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും അഴിയട്ടെ. उसके शरीर में जो भी बंधन है खुल जाए. സകല ദുഷ്ടശക്തികളും വിട്ടുപോട്ടെ. सारी दुष्ट शक्तियां दूर हो जाए. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രയാകുക. यीशु के नाम में इसी समय आजाद हो जाए. നീ സ്വതന്ത്രയാകുന്നു. यीशु के नाम में स्वतंत्र हो रही है. പിതാവേ, യേശുവിൻ നാമത്തിൽ ഇവരിൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. पिताजी, हम घोषणा करते हैं कि यीशु के नाम में इन प्रियों के जीवन में आश्चर्य कर्म हुआ है.
അത് നിലനിൽക്കുന്ന ഒരു അത്ഭുതമാകുന്നുവല്ലോ. प्रभु जी एक स्थायी बना रहने वाला आश्चर्य कर्म है. യേശുക്രിസ്തുവിന്റെ നാമം ഇവരിലൂടെ മഹത്വം എടുക്കുവാനിട വരട്ടെ. यीशु का नाम इन लोगों के जीवन के द्वारा बुलंद होने पाए. യേശുവിൻ നാമത്തിൽ തന്നെ यीशु के नाम में मांगते हैं. ആമേൻ. आमीन. ഇന്ന് പ്രഭാതം മുതൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ആലോചനകൾ ഡിവൈൻ ഫയർ എന്ന ഒരു വിഷയമാണ്. സ്വർഗീയ തീ എന്ന ഒരു വിഷയമാണ്. आज सुबह से हम जिस पर विचार कर रहे हैं, जिस बिंदु पर, वो है डिवाइन फायर या स्वर्गीय अग्नि. 1 Thessalonians chapter 5 and verse 19 നാം വായിക്കുന്നു, ആത്മാവിനെ കെടുത്തരുത്. पहला थिस्सलुनीकियों 5 के 19 में हम पढ़ते हैं कि आत्मा को ना बुझाओ. പൗലോസ് വിശുദ്ധന്മാർക്ക് എഴുതുകയാണ്, നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നിങ്ങൾ കെടുത്തരുത്. पौलुस विश्वासियों से कहते हैं कि तुम्हारे अंदर पवित्र आत्मा है, पवित्र आत्मा के कार्यों को तुम बुझाना मत. പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുന്നതിനാൽ आत्मा को ना बुझाओ कहने का अर्थ है ആത്മാവിന്റെ ഒരു തീയാണ് നമ്മുടെ മേൽ കത്തുന്നത് എന്ന് വളരെ വ്യക്തമാകുന്നു. इसका आशय है कि आत्मा की एक आग है जो हमारे भीतर जल रही है. ആ തീ നമ്മുടെ മേൽ കത്തുന്നതിനാൽ वो आग चूंकि हमारे अंदर जल रही है, അത് വർദ്ധിപ്പിക്കുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. और हम इस बात के लिए बाध्य हैं कि वो आग हमारे अंदर बढ़ती जाए. ഞാൻ പറഞ്ഞത് പരാമർശിച്ചതുപോലെ ഇത് കത്തുവാൻ ഒരു മെറ്റീരിയൽ ഓഫ് തീ, നാച്ചുറൽ തീ കത്തുവാൻ ഒരു വസ്തു ആവശ്യമാണ്. और जैसा मैंने सुबह आपको परामर्श दिया था, वो स्वाभाविक प्राकृतिक आग जलने के लिए एक वस्तु अति आवश्यक है. ഈ അന്തരീക്ഷത്തിലെല്ലാം തീ ഉണ്ട്, अंतरिक्ष में आग व्याप्त है. എന്നാൽ ഒരു ഉരസൽ നടക്കുമ്പോഴാണ് ആ തീ പ്രകടമാകുവാൻ ഇടവരുന്നത്. लेकिन जब एक चिंगारी जलती है तभी वो आग प्रकट हो पाती है. ആ തീ പ്രകടമാകുമ്പോൾ അത് കത്തുവാൻ ഒരു വിറക് കഷ്ണമോ അതുപോലെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമാണ്. जब वो आग प्रकट होती है तो उसके जलने के लिए लकड़ी का कोई टुकड़ा, ऐसी कोई वस्तु आवश्यक होती है. അതേപോലെ തന്നെ ആത്മാവിന്റെ തീ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. इसी प्रकार से आत्मा की आग इस पूरी प्रकृति में व्याप्त है. എന്നാൽ അത് പ്രകടമാകണമെന്നുണ്ടെങ്കിൽ, लेकिन अगर वो प्रकट होनी है, കത്തുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. जलने के लिए एक व्यक्ति की आवश्यकता है. റായ്പൂരിൽ പരിശുദ്ധാത്മാവിന്റെ തീ പ്രകടമാകണമെങ്കിൽ, रायपुर में पवित्र आत्मा की आग अगर प्रकट होनी है, പരിശുദ്ധാത്മാവിന്റെ തീയാൽ കത്തുവാൻ ഒരു വ്യക്തിയെ കർത്താവിന് ആവശ്യമാണ്. पवित्र आत्मा की आग से जलने के लिए प्रभु को एक व्यक्ति की आवश्यकता है. ആരെങ്കിലും അതിന് തയ്യാറെടുക്കുന്നു अगर कोई व्यक्ति उस बात के लिए तैयार हो जाए, അവരുടെ മേൽ ആ തീ ഇറങ്ങും. उसके ऊपर वो आग उतरेगी. തീ അവരുടെ മേൽ ഇറങ്ങും. वो आग उसके ऊपर उतरेगी. തീ എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? मेरे आग कहने का क्या मतलब है? ഇന്ന് പകൽ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. आज सुबह मैंने उसकी विस्तार से व्याख्या की थी. തീയെക്കുറിച്ചുള്ള അനേകം പരാമർശങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. आग के संबंध में अनेक विचार परमेश्वर के वचन में दिए गए हैं. ന്യായവിധിയുടെ തീയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. न्याय की आग के बारे में परमेश्वर के वचन में व्याप्त है. എന്നാൽ ആ തീയെക്കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത്. लेकिन मैं उस आग के विषय में यहाँ चर्चा नहीं कर रहा हूँ. നരകത്തിൽ കത്തുന്ന തീയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. नरक में जलने वाली आग के बारे में बाइबल में उल्लेख है. എന്നാൽ ആ അഗ്നിയെക്കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത്. लेकिन उस आग के बारे में मैं यहाँ चर्चा नहीं कर रहा हूँ. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്, മഹിമ, അത് തീക്ക് സമാനമാകുന്നു. परमेश्वर से प्रकट होने वाली महिमा या तेज वो आग की तरह है. അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് അവിടുത്തെ മഹിമയാൽ നാം മൂടപ്പെടുന്നു. और उसका मैं ये मतलब लगाता हूँ कि उसकी महिमा से हम सब ढांपे जाएं. യേശുവിനെ കുറിച്ചുള്ള പാഷനാൽ നമ്മൾ മൂടപ്പെടുന്നു. यीशु के बारे में जुनून से हम सब ढांके जाएं. യേശുവിന് വേണ്ടിയുള്ള ഒരു വേഗതയാൽ നമ്മൾ മൂടപ്പെടുന്നു. यीशु के लिए एक वेग से हम सब ढांपे जाएं. ഇതൊക്കെയാണ് ഞാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. और यही बातें मैं इन चीजों से समझता हूँ. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതം യേശുവിന്റെ മഹിമ കൊണ്ട് നിറയേണ്ടത് ആവശ്യമാണ്. आपका व्यक्तिगत जीवन प्रभु यीशु मसीह की महिमा के द्वारा भरा जाना अनिवार्य है. നിങ്ങൾ ഒരു തണുത്ത ഉറഞ്ഞ ജീവിതമല്ല നയിക്കേണ്ടത്. और आपको एक ठंडा जमा हुआ जीवन नहीं जीना है. യേശുവിന് വേണ്ടി ഒരു കത്തുന്ന ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. यीशु के लिए एक जलता हुआ जीवन जीना आपके लिए आवश्यक है. 20-ലധികം വർഷങ്ങൾ പ്രവചിച്ച ഒരു സഹോദരിയെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടുവാനിടയായി. पिछले दिनों मेरी मुलाकात एक बहन से हुई जो पिछले 20 वर्षों से अधिक वर्षों से भविष्यवाणी कर रही हैं. 10 മിനിറ്റ് എന്നോട് സംസാരിച്ചുള്ളൂ. केवल 10 मिनट तक उन्होंने मुझसे बात की. 10 മിനിറ്റ് കൊണ്ട് അവരെന്നെ തീ പിടിപ്പിച്ചു. 10 मिनट में उन्होंने मेरे अंदर आग लगा दी. ഞാൻ വിചാരിച്ചു 20 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ തീ കെട്ടിട്ടില്ല. मैंने सोचा 20 वर्ष बीतने के बाद भी उनके अंदर की आग नहीं बुझी है. മറ്റു ചിലരുടെ തീ 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർ തണുത്തുറഞ്ഞിരിക്കുകയാണ്. कुछ अन्य लोगों के अंदर की आग 5 वर्ष बीतने के बाद ही बुझ गई और जम गई. ദൈവകാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് യാതൊരു പാഷനുമില്ല. परमेश्वर के वचन की चर्चा करने से उनके अंदर कोई जुनून, उत्तेजना उत्पन्न नहीं होती. അവരുടെ വേഗത കുറഞ്ഞിരിക്കുകയാണ്. उनकी रफ्तार घट चुकी है. പഴയ വേഗതയിൽ അവർക്ക് പോകുവാൻ കഴിയുന്നില്ല. पुरानी रफ्तार में वो आगे नहीं बढ़ पा रहे हैं. എന്നാൽ ഈ അഗ്നി നിന്റെ മേൽ ഇറങ്ങുമ്പോൾ, लेकिन जब ये आग आपके ऊपर उतर आए, കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി നിനക്കൊരു പാഷൻ ഉണ്ട്. परमेश्वर के कार्यों के लिए आपके अंदर एक जुनून जाग जाता है. കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി നിനക്കൊരു വേഗതയുണ്ട്.
വേഗതയുണ്ട്. परमेश्वर के कार्यों के लिए आपके अंदर एक गति उत्पन्न हो जाती है. നീ ചെയ്യുന്ന കാര്യത്തിന്റെ മേൽ ദൈവകാര്യത്തിന്റെ മേൽ ഒരു മഹിമ വെളിപ്പെടുവാനിട വരും. आप जो कार्य करते हैं परमेश्वर का कार्य, उसके ऊपर परमेश्वर की एक महिमा प्रकट हो जाती അതാണ് है. ഞാൻ അർത്ഥമാക്കുന്നത്. यही मैं इस चीजों से मतलब समझता തീ हूँ. എന്ന് കേട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. आग सुनकर आप मुझे गलत ना समझिएगा. ഈ വാക്കിലൂടെ എന്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കുക. इस शब्द के माध्यम से मेरा हृदय आप समझिए. ബൈബിളിലെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കുക. बाइबल का हृदय आप समझिए. നിങ്ങളുടെ മേലൊരു തീ കത്തുകയാണ് എങ്കിൽ अगर आपके भीतर एक आग जल रही है, നിങ്ങൾ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാകുവാൻ പോകുന്നു. आप बड़े भाग्यवान लोगों के झुंड में जाने जा रहे കാരണം हैं. നടക്കുമ്പോൾ തീ കത്തുവാനിട വരും. इसलिए कि जब आप चलते हैं तो आग जलेगी. സംസാരിക്കുമ്പോൾ തീ കത്തുവാനിട വരും. जब आप बात करेंगे तो आग जल उठेगी. കൈകൊണ്ട് തൊടുമ്പോൾ തീ കത്തുവാനിട വരും. हाथ से स्पर्श करेंगे तो आग जल उठेगी. കത്തെഴുതുമ്പോൾ തീ കത്തുവാനിട വരും. पत्र लिखते समय आग जल उठेगी. ഫോൺ ചെയ്യുമ്പോൾ തീ കത്തുവാനിട വരും. फोन करते समय आग जल उठेगी. നീ ഒരു അഗ്നിയുടെ അടയാളമായി തീരുവാൻ പോകുന്നു. आप एक आग के चिन्ह बनने जा रहे हैं. നിങ്ങൾ ഒരു വിറക് കഷണത്തെ ശ്രദ്ധിക്കുക. आप एक लकड़ी के टुकड़े को ഒരു देखिए. തടിക്കഷണത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ एक लकड़ी के टुकड़े में अगर आग लग जाए, പിന്നെ അതിന് വേറൊരു ചോയ്സ് ഇല്ല. फिर उसके पास अन्य कोई विकल्प नहीं है. ഈ തടി അന്ന് ആ സമയത്ത് പറയുക എനിക്കൊരു മേശയാകണമെന്ന് പറഞ്ഞാൽ अगर उस समय ये लकड़ी का टुकड़ा कहेगा कि मुझे एक मेज बनना है, തടിയെ തീ കത്തിയാ പിന്നെ മേശയാകാൻ ഒക്കത്തില്ല. लकड़ी के टुकड़े अगर तुझमें आग लग जाए तो फिर मेज नहीं बन पाएगा. നിന്റെ മേൽ തീ ഇറങ്ങിയാൽ तेरे ऊपर अगर आग उतर आए, പിന്നെ നിനക്ക് കസേരയോ മേശയോ ആകാൻ ഒക്കത്തില്ല. फिर तू कुर्सी या मेज नहीं बन सकता. നീ ചൂട് പുറപ്പെടുവിക്കുന്ന ഒരു കനലായി തീരുവാൻ പോകുകയാണ്. तू गर्मी फैलाने वाला एक उपकरण बनने जा रहा है. പ്രതികരിക്കുവാൻ കൃപയുള്ളവർ പ്രതികരിക്കുക. കരങ്ങൾ അടിച്ച് जो लोग प्रतिक्रिया दे सकते हैं, हाथ ताली बजा के परमेश्वर के प्रति प्रतिक्रिया देवे. ഓ കതട്ടെ കതട്ടെ जलने पाए, जल जाए. സഹലര ബോലിയരെ സോറേ ബേഗല റബത്വര ഹബര സോറബാസ് ബച്ചരെ ലഹാരിയ സോറബിയാല റബിയോകോ റോത്സ്വേരെ ഇമാരാത് വേര സെരേലെ വരദേരെ അധ്വനേൽ ഹൈല വരാദിയാർത്ഥന സബ ഹർഷനാദിയാർത്ഥന വനിയൽ ബഹോരാ ജനസ്വേരി ദിഗർഥനെ അശോസരെ. നിനക്കിനി ചോയ്സുകൾ വേറെ ഒന്നുമില്ല. अब आपके पास कोई अन्य विकल्प नहीं है. നിന്റെ മേൽ ഇനി തീ കത്തുക എന്നുള്ള ഒരൊറ്റ ഉപാധി മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. अब केवल एक ही उपाधि आपके ऊपर बाकी है कि आप आग से प्रज्वलित हैं. പക്ഷേ അത് ഏറ്റവും നല്ലതാണ്. लेकिन वो सर्वश्रेष्ठ നീ है. കസേരയായാൽ കസേരയായിട്ടെന്നും ഇരിക്കും. अगर आप कुर्सी बन जाए तो सर्वदा कुर्सी ही बने रहेंगे. എന്നാൽ തീ കത്തിക്കഴിഞ്ഞാൽ നീ തീ കത്തിക്കുന്നവനായി തീരുവാൻ പോകുകയാണ്. लेकिन अगर आपके अंदर आग जल जाए तो आप जलाने वाले बन जाएंगे. അടുത്തതിനെ കത്തിക്കും. अपने पास जो है उसको जलाएंगे. അടുത്തതിനെ കത്തിക്കും. उसके अगले व्यक्ति को जलाएंगे. അടുത്തതിനെ കത്തിക്കും. और अगले व्यक्ति को जलाएंगे. അടുത്തതിനെ കത്തിക്കും. अगली चीज को जलाएंगे. അടുത്തതിനെ കത്തിക്കും. अगले व्यक्ति 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 को जलाएंगे. ഒരു സംസ്ഥാനത്തെ കത്തിക്കും. एक राज्य को जलाएंगे. അടുത്ത സംസ്ഥാനത്തെ കത്തിക്കും. अगले राज्य को जलाएंगे. ഒരു രാജ്യത്തെ കത്തിക്കും. एक देश को जलाएंगे. അടുത്ത രാജ്യത്തെ കത്തിക്കും. अगले देश को जलाएंगे. അതാണ് ഡിവൈൻ ഫയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. वो है ईश्वरीय आग की विशेषता. ഫയറുമായുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്, आग के संबंध में कुछ बातों की चर्चा आज करना चाहता हूँ. ഈ അഗ്നിയുമായി നീ ഉരസുകയാണെങ്കിൽ, इस आग के साथ अगर आप तालमेल बैठाते रहें, ഈ അഗ്നി നിന്റെ മേൽ കത്തിയാൽ, अगर ये आग आपके ऊपर जल जाए, അത് മുഖാന്തരമായിട്ട് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാനിട വരും. उसके माध्यम से जीवन में रूपांतरण होगा. നിന്റെ ജീവിതം ആകമാനം മാറുവാനിട വരും. आपका जीवन आमूल चूल परिवर्तित हो जाएगा. ഇതേപോലെ എൻകൗണ്ടർ ഉണ്ടായ ചിലരെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാണാം. और इस प्रकार का साक्षात्कार जिनके जीवन में हुआ, ऐसे लोगों को परमेश्वर के वचन में हम देखेंगे. ഐസയ ചാപ്റ്റർ 6ലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. यशायाह नबी की पुस्तक 6वें अध्याय की ओर आप अपना कृपया ध्यान लगाएं. അവിടെ പ്രവാചകനാകുന്ന യിശയ്യാവിന്റെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. वहां भविष्यवक्ता यशायाह के अनुभव को हम देख सकते हैं. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 से 4 पद में हम ये बातें देख सकते हैं. യിശയ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യിശയ്യാവ് കാണുകയാണ്. जिस वर्ष उज्जिया राजा मरा, यशायाह ने प्रभु को बहुत ही ऊंचे सिंहासन पर विराजमान देखा. അവിടെ വലിയൊരു ആരാധന നടക്കുന്നു. वहां एक बहुत बड़ी आराधना हो रही थी. ദൈവദൂതന്മാർ ആരാധിക്കുകയാണ്. स्वर्गदूत आराधना कर रहे हैं. ആരാധനയുടെ നടുവിൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുവാനിടയായി. उस आराधना के दौरान भवन के डेवड़ियों की नींवें हिलने लगी. ആലയം പുക കൊണ്ട് നിറഞ്ഞു. और पूरा भवन धुएं से भर गया. യിശയ്യാവ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. यशायाह ने कभी भी इस प्रकार का नजारा अपने जीवन
जीवन में नहीं देखा था। അന്ന് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ उस दिन जब उसने वो नजारा देखा, തന്റെ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് തനിക്ക് ലഭിച്ചു. अपनी अवस्था के बारे में उसको एक प्रकाशन प्राप्त हुआ। അദ്ദേഹം പറയുന്നത് ഞാൻ നശിച്ചുപോയി എന്നാണ്. वो कहता है मैं नाश हुआ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളവനാണെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. और वो स्वीकार कर रहा है कि मैं अशुद्ध होठ वाला मनुष्य हूँ। മാത്രവുമല്ല ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളവരുടെ നടുവിലാണ് പാർക്കുന്നത്. केवल इतना ही नहीं, वो अशुद्ध होठ वाले मनुष्यों के बीच में निवास कर रहा है। തന്റെ മേലുള്ള അശുദ്ധിയെ കുറിച്ചുള്ള ഒരു വ്യക്തമാകുന്ന അറിവ് തനിക്ക് ലഭിക്കുന്നു. उसके अंदर जो पवित्रता थी उसके बारे में एक स्पष्ट दर्शन उसे प्राप्त हुआ। ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ, परमेश्वर की उपस्थिति जब उतर आई, അവിടെയാണ് താൻ നിലവിളിക്കുന്നത്. वहां पर वो पुकार उठा। എന്നെ കൊണ്ട് സാധ്യമല്ല, वो कहता मुझसे संभव नहीं है, എന്റെ അധരം അശുദ്ധിയുള്ള അധരമാണ്, मेरे होठ अशुद्ध होठ ഞാൻ है। ആയിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിന്റെ നടുവിലും അതേ അശുദ്ധി വ്യാപരിക്കുകയാണ്. जिन लोगों के बीच में निवास करता हूं वही अशुद्धि उनके मध्य व्याप्त है। ഈ അൺക്ലീൻനെസ് എന്ന് പറയുന്നത് കഴുകിയാൽ പോകുന്നതല്ല. ये अशुद्धि धोने से साफ नहीं होगी। എന്താണ് ഇതിന്റെ പരിഹാര മാർഗം? इसका उपाय क्या है? താൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ जब इस प्रकार से वो पुकार रहा था, ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്നൊരു തീക്കനൽ എടുക്കുകയാണ്. एक स्वर्गदूत वेदी में से एक अंगारा उठाकर लेकर आता തന്റെ है, അധരത്തിന്റെ മേൽ ആ തീക്കനൽ തൊട്ടപ്പോൾ और जब उसके होठों में वो अंगारा छू लेता है, ദൂതൻ തന്നെ പറയുകയാണ്, ഇപ്പോൾ നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുകയാണ്. और दूत कहता है अब तू शुद्ध हो गया है। ദൈവത്തിന്റെ തീ പ്രവാചകന്റെ അധരത്തിൽ വന്നപ്പോൾ, परमेश्वर की आग जब भविष्यवक्ता के होठों में आई, ഒരൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. केवल एक क्षण में ये हुआ। ദൂതൻ പറയുകയാണ്, ഇപ്പോൾ നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുകയാണ്. स्वर्गदूत कहता है कि अब तू शुद्ध हो चुका है। നിങ്ങളുടെ മേലും അതേ തീ വരുവാൻ പോകുകയാണ്. आपके ऊपर भी यही आग उतरने जा रही है। നീ നേരിടുന്ന അൺക്ലീൻനെസ്സിൽ നിന്ന്, आप जिस अशुद्धि में है उसमें से നീ എങ്ങനെയാ പുറത്തു വരാൻ പോകുന്നത്? आप कैसे बाहर निकलने वाले हैं? സ്വർഗീയ തീ നിന്റെ മേൽ ഇറങ്ങട്ടെ. स्वर्गीय आग आपके ऊपर उतर आए। സ്വർഗീയ തീ നിന്റെ മേൽ ഇറങ്ങുകയാണ് എങ്കിൽ, स्वर्गीय आग अगर आपके ऊपर उतरेगी, നിന്റെ മേലുള്ള അശുദ്ധികളെ മുഴുവൻ ഈ തീ കൺസ്യൂം ചെയ്യുവാൻ പോകുകയാണ്. आपके भीतर की सारी अशुद्धताओं को ये आग भस्म कर देगी। ഒരു ക്ഷുദ്ര ജീവിക്കും ഈ തീയുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. कोई भी जीव इस आग के सामने खड़ा नहीं हो सकता। ഒരു അശുദ്ധിക്കും ഈ തീയുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. कोई भी अशुद्धता इस आग के सामने ठहर नहीं सकती। അങ്ങനെയുള്ള സകലതിനെയും ദഹിപ്പിച്ചു കളയുന്ന തീയാണ് ദൈവത്തിന്റെ തീ. ऐसी सारी चीजों को भस्म करने वाली आग है परमेश्वर की आग। ഹല്ലേലൂയ. हालेलुया। ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ശരീരം കർത്താവാകുന്ന യേശുവിന് ആവശ്യമാണ്. और यहाँ बैठे आप सबों का शरीर प्रभु यीशु मसीह के लिए आवश्यक है। നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഏറ്റവും അധികം അൺക്ലീൻനെസ്സിനെ നേരിടുന്നത്. आपके शरीर के संबंध में ही आपको सबसे ज्यादा अशुद्धियों का सामना करना पड़ता है। എന്നാൽ ഈ ശരീരത്തെ തന്നെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. लेकिन प्रभु को आपका ये शरीर ही चाहिए। ഈ ശരീരത്തെ നീതിയുള്ള അവയവങ്ങളാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. परमेश्वर ये चाहता है कि आपके शरीर को धर्म के हथियार बना दे। എങ്ങനെ ഇത് പരിഹരിക്കുവാൻ കഴിയും? कैसे इसका उपाय हो सकता है? ഇതാ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. यहाँ पर हम देख सकते हैं പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ വരികയാണ് എങ്കിൽ, पवित्र आत्मा की आग अगर आपके ऊपर उतर आए, നിന്റെ ജീവിതത്തിന്റെ എവിടെയൊക്കെയോ ദുഷ്ടൻ വെച്ചിരിക്കുന്ന അൺക്ലീൻനെസ്സിന്റെ ബന്ധനങ്ങൾ കത്തിപ്പോകുവാൻ പോകുകയാണ്. आपके जीवन में दुष्ट ने जहां कहीं भी अशुद्धि के तत्व छिपाए हैं वो सारी चीजें भस्म होने जा रही हैं। വാ 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 വാ. നിന്റെ അധരത്തിന്റെ മേലുള്ള കെട്ടുകൾ കത്തിപ്പോകുവാൻ പോകുന്നു. आपके होठों में जो बंधन है वो अशुद्धि के बंधन है वो जलने वाले हैं। ആമേൻ. നിന്റെ അധരം ദൈവത്തിന്റെ വചനം പുറപ്പെടുവിക്കേണ്ട അധരമാണ്. आपके होठ परमेश्वर के वचन बाहर निकालने वाले होठ हैं। നിന്റെ കൈകൾ രോഗികളെ സൗഖ്യമാക്കേണ്ട കൈകളാണ്. आपके हाथ रोगियों को चंगा करने वाले हाथ हैं। നിന്റെ കാലുകൾ ദൈവത്തിന് വേണ്ടി ഓടേണ്ട കാലുകളാണ്. आपके हाथ परमेश्वर के लिए दौड़ने वाले पैर हैं। അതിനെ ബന്ധിക്കുവാൻ ഒരു അശുദ്ധിക്കും കഴിയുകയില്ല. कोई भी अशुद्धता उसे बांध नहीं सकती। ഏതെങ്കിലും അശുദ്ധി അതിനെ ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ, अगर कोई किसी अशुद्धता ने आपका उसे बांध रखा है, ദൈവത്തിന്റെ തീ ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങുവാൻ ഇടവരട്ടെ. परमेश्वर की आग आज आपके ऊपर उतर आए। യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങുവാൻ ഇടവരട്ടെ. यीशु के नाम में परमेश्वर की आग आपके ऊपर उतर आए। ആമേൻ. വാ വാ. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ताली बजा के थोड़ी देर परमेश्वर की महिमा करें। हालेलुया हालेलुया हालेलुया। ആ പിന്നിലിരിക്കുന്നവർ, കസേരയിൽ ഇരിക്കുന്നവരൊക്കെയും കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊള്ളുക. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക. पीछे जो कुर्सियों पर बैठे हैं कृपया वो भी ताली बजा के परमेश्वर की महिमा कीजिए। ശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുക. पूरी सामर्थ से परमेश्वर की महिमा करें। മഹോജലേ സമർപ്പണേൽ അശോരോകോരോബിയാതുരി हालेलुया ആമസകരോബിയാനദിയർതുരി
Elbasata rakala mahraka sotoneba. Vaisolo rose toshmele rebantona setel. Vainadora bekasia tara mahushana biatorolo. Yata tara bekasane ya baba manar. Anmasarel. Oh saymedi. വിശുദ്ധീകരണവുമായുള്ള ബന്ധത്തിൽ ദൈവം തീയെ ഉപയോഗിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. शुद्धिकरण के संबंध में परमेश्वर आग का उपयोग करते हैं, हम देख सकते हैं. നമുക്കറിയാവുന്നതുപോലെ ഈ ഭൂമിയെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവം തീ ഉപയോഗിക്കുന്നുണ്ട്. हम जानते हैं कि इस पृथ्वी को पवित्र करने के लिए भी परमेश्वर आग का उपयोग किया करते हैं. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. दूसरा पत्रस 3रे अध्याय में जब अगर आप देखें तो वहां आप देख सकते हैं. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി. और आकाश और पृथ्वी भी प्राचीन काल में परमेश्वर के वचन के द्वारा उत्पन्न हुए. അപ്പോൾ ഈ ഭൂമി പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ये पृथ्वी और ये सारा ब्रह्मांड कैसे रचा गया है? ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. परमेश्वर के मुंह से निकले हुए वचन के द्वारा इसकी सृष्टि हुई है. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ये बड़ा ही महत्वपूर्ण विषय है. നിങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞേ വചനം. आप एक साथ मिलकर बोलिए वचन. ചേർന്ന് പറയുക വചനം. एक साथ बोलिए वचन. വചനം. वचन. വചനത്തിനപ്പോൾ എന്തു പ്രാപ്തിയുണ്ട്? वचन के अंदर क्या सामर्थ्य है? സൃഷ്ടിക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. सृष्टि करने की क्षमता है. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. परमेश्वर के वचन से निकला, परमेश्वर के मुंह से निकला हुआ वचन है जिसने सब कुछ सृजा. ദൈവത്തിന് മറ്റായുധങ്ങളൊന്നും വേണ്ട. परमेश्वर को और किसी हथियार की जरूरत नहीं है. ദൈവത്തിനൊരു വചനം മാത്രം മതി സകലത്തെയും സൃഷ്ടിക്കുവാൻ. परमेश्वर को सारी चीजों की सृष्टि करने के लिए केवल एक वचन मात्र ही आवश्यक है. ഞാനിത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ये अत्यंत महत्वपूर्ण है. मैंने ऐसा कहा, इसकी वजह क्या है? കാരണം ഇപ്പോൾ ആ വചനം നിന്റെ വായിലാണ് ഇരിക്കുന്നത്. इसलिए कि अभी ये जो वचन है आपके मुंह में रखा हुआ है. അഭിഷേകമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, अगर कोई अभिषिक्त व्यक्ति यहाँ पर है, നിങ്ങളുടെ അധരം സാധാരണ അധരമല്ല. आपके होठ साधारण होठ नहीं है. ലോക മനുഷ്യനെ പോലുള്ള നാക്കല്ല നിന്റെ നാക്ക്. सांसारिक मनुष्यों की तरह, जिनकी जीभ की तरह नहीं है आपकी जीभ. വചനത്തെ പുറപ്പെടുവിക്കുന്ന അധരമാണ് നിന്റെ അധരം. वचन को बाहर निकालने वाले होठ है आपके होठ. ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ടപ്പോൾ എന്തു പരിണിത ഫലമുണ്ടായോ? परमेश्वर के वचन से, मुंह से वचन निकलने का परिणाम स्वरूप हुआ क्या? അതേപോലെ തന്നെ നിന്റെ വായിൽ നിന്നും ദൈവവചനം പുറപ്പെടുമ്പോൾ അതേ പരിണിത ഫലങ്ങൾ ഉണ്ടാകും. उसी प्रकार से आपके मुंह से जो वचन निकलते हैं तो वही फल होगा. ആമേൻ. ഹല്ലേലൂയ. ആ വചനത്താലാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. उस वचन के द्वारा ही ये इस पृथ्वी की रचना हुई. എന്നാൽ ഇവിടെ വീണ്ടും എഴുതിയിരിക്കുകയാണ്, लेकिन यहाँ फिर से लिखा हुआ है, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട തീക്കായിട്ട് ഈ ഭൂമിയെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. यहाँ पर लिखा हुआ है आग में नाश होने के लिए इस पृथ्वी को रखा गया है. ഈ ഭൂമിയിൽ ദൈവത്തിന് ഇനിയും തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ, अगर इस पृथ्वी पर परमेश्वर को और आग लगाना है, ഇതിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് എന്ത് മതിയായിരുന്നു? इसकी सृष्टि करने के लिए परमेश्वर को किस चीज की जरूरत थी? വചനം മതിയായിരുന്നു. वचन ही पर्याप्त था. ഇനി ഇതിനെ തീ കൊണ്ട് കത്തിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന് എന്തുമാത്രം മതി? लेकिन अगर इसको आग से जलाना है तो परमेश्वर को किस चीज की जरूरत है? വചനം മാത്രം മതി. वचन ही पर्याप्त है. हालेलुया. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം ഭൂമിയെ കത്തിക്കാൻ വേണ്ടിയുള്ളതെല്ലാം കടലിൽ കിടപ്പുണ്ട്. प्रियो, आप लोग जानते हैं भूमि को जलाने, पृथ्वी को जलाने के लिए जो कुछ भी जरूरी है सब कुछ समुद्र में पड़ा हुआ है. വെള്ളം തീയാണെന്ന് നിങ്ങൾക്കറിയാമോ? आपको मालूम है पानी आग है. ഈ അന്തരീക്ഷത്തിൽ മാത്രമല്ല തീ, केवल इस अंतरिक्ष, इस वातावरण में ही आग नहीं है. കടൽ മുഴുവൻ തീയാണ്. समुद्र पूरा आग से भरा है. ഒന്ന് വിഘടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. केवल उसका विघटन बस हो जाए. വെള്ളത്തെ पानी को ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കണം. हाइड्रोजन और ऑक्सीजन में अगर विभाजित कर दिया जाए, അങ്ങനെയെങ്കിൽ अगर ऐसा है, വളരെ ലളിതമാണ്. बड़ा ही सरल है ये. വെള്ളം എന്ന് പറയുന്നത് H2O ആണല്ലോ. जल H2O है. അതിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും വിഭജിച്ചു കഴിഞ്ഞാൽ, വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ, उनमें के हाइड्रोजन ऑक्सीजन को अगर विघटित कर दिया जाए, സോ സിമ്പിൾ, ആ ഓക്സിജനെ ഹൈഡ്രജൻ കൊണ്ട് കത്തിക്കുക. और इतना ही सिंपल है, उस ऑक्सीजन को हाइड्रोजन के द्वारा जला दिया जाए. അതാണ് നടക്കാൻ പോകുന്നത്. यही होने जा रहा है. ആ തീ കൊണ്ടാണ് ഭൂമിയെ കത്തിക്കുവാൻ പോകുന്നത്. उस आग से ही इस पृथ्वी को जलाया जाएगा. ആയിരം വർഷങ്ങൾ ഈ ഭൂമിയെ കത്തിക്കും. हजारों वर्षों तक इस पृथ्वी को जलाया जाएगा. അങ്ങനെ ഈ ഭൂമിയുടെ മേൽ വന്ന സകല ശാപങ്ങളെയും കത്തിച്ച് കർത്താവ് ശുദ്ധീകരിക്കും. इस प्रकार से इस पृथ्वी पर आए हुए सारे श्रापों को प्रभु जलाकर राख कर देंगे. അതിനുവേണ്ടി കർത്താവിന്
വേറെ ഒന്നും വേണ്ട. उसके लिए परमेश्वर को किसी अन्य चीज की जरूरत नहीं है. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം മാത്രം മതി. उसके मुंह से निकलने वाला वचन काफी है. वाह 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 वाह. പ്രാപിക്ക ले लीजिए ഇന്ന് ആ സത്യം പ്രാപിക്ക. आज उस सच्चाई को ले लीजिए. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയാൽ, यहाँ बैठे हुए अभिषिक्त गणों का अगर ये बात प्रकट हो जाए, അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. आश्चर्य कर्म होने जा रहे हैं. ദൈവത്തിന് സൃഷ്ടിക്കുവാൻ വചനം മതി. परमेश्वर को सृष्टि करने के लिए वचन की आवश्यकता है. ദൈവത്തിന് കത്തിക്കാനും വചനം മാത്രം മതി. जलाने के लिए भी वचन ही काफी है परमेश्वर के लिए. ഇപ്പോൾ ആ വചനം നിന്റെ വായിലിരിക്കുക. अभी ये वचन आपके मुंह में रखा हुआ है. वाह 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 वाह. പ്രാപിക്ക. ले लीजिए. പ്രാപിക്ക. ले लीजिए. ആ വചനം ഇപ്പോൾ നിന്റെ വായിലിരിക്കുക. वो वचन इसी समय आपके मुंह में रखा हुआ है. ഇവിടെ ഇരിക്കുന്ന ഓരോ അഭിഷക്തന്മാരുടെ മധുരത്തിൽ ആ വചനം ഇരിക്കുകയാണ്. यहाँ बैठे हुए प्रत्येक अभिषिक्त गणों के मुंह में वो वचन रखा हुआ है. അതുകൊണ്ടാണ് കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞത്. इसी वजह से परमेश्वर ने यिर्मयाह से कहा. യെരമ്യാവിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് യെരമ്യാവിനോട് ഇങ്ങനെ പറയുവാനിടയായി. यिर्मयाह 5:14 में परमेश्वर ने यिर्मयाह से ऐसा कहा, ഞാൻ നിന്റെ വായിൽ എന്റെ വചനവും, मैं तेरे मुंह में अपने वचन, ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനവും, देख मैं तेरे मुंह में अपने वचन, ഈ ജനത്തെ തീയും ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. और मैं इन लोगों को आग बना दूंगा, ये लिखा हुआ ഇതാ है. ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ देख मैं अपना वचन तेरे मुंह में आग, യെസ്, ഈ ജനത്തെ ഞാൻ और इस വിറകുമാക്കിയിരിക്കുകയാണ്. प्रजा को काठ बनाऊंगा. ഈ ഛത്തീസ്ഗഡിലെ സകല അഭിഷക്തന്മാർ ഈ വചനം അങ്ങ് സ്വീകരിച്ചു. इस छत्तीसगढ़ के सारे अभिषिक्त गण इस वचन को कृपया स्वीकार कर लीजिए. നിങ്ങളുടെ വായിലെ വചനങ്ങളെ കർത്താവ് തീയാക്കിയിരിക്കുക. आपके मुंह के वचनों को प्रभु ने आग बना दिया है, ഈ ജനത്തെ മുഴുവൻ വിറകാക്കിയിരിക്കുക. और इन सारे लोगों को काठ बना दिया है. ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല. मैंने यहाँ बैठे हुए लोगों के बारे में नहीं कहा. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. यहाँ बैठे हुए सब लोगों ने उद्धार पाया है. ഇവരെ കത്തിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. इनको जलाने की बात मैंने नहीं कही है. പുറത്ത് ഇതുവരെ കത്താത്ത വിറകുകളെ കത്തിക്കുവാനുള്ള തീ നിന്റെ വായി കർത്താവ് തന്നിരിക്കുക. बाहर ऐसे काठ पड़े हैं जो आज तक नहीं जले हैं. उन काठों को जलाने के लिए आग परमेश्वर ने आपके मुंह में डाल रखी है. ले लीजिए. ഇനിയും നിന്റെ ശുശ്രൂഷ പരാജയപ്പെടുകയില്ല. अब आपकी सेवकाई कभी नाकामयाब नहीं होगी. നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ആ പരാജയ ചിന്ത മാറിപ്പോവുകയാണ്. आपकी सेवकाई के संबंध में पराजय के विचार आपके अंदर से दूर हो रहे हैं. നിന്റെ ശുശ്രൂഷ ഇനി പരാജയപ്പെടുകയില്ല. आपकी सेवकाई अब पराजित नहीं होगी. യൗവനക്കാരാ, നിന്റെ ശുശ്രൂഷ ഇനി പരാജയപ്പെടുകയില്ല. जवान, आपकी सेवकाई अब पराजित नहीं होगी. കാരണം സാധാരണ വചനമല്ല നിന്റെ വായിലിരിക്കുന്നത്. इसलिए कि आपके मुंह में साधारण वचन नहीं रखा है. നിന്റെ വചനങ്ങളെ കർത്താവ് തീയാക്കിയിരിക്കുകയാണ്. परमेश्वर ने आपके वचनों को आग बना दिया है. ഛത്തീസ്ഗഡിലെ ജനത്തെ വിറകുമാക്കിയിരിക്കുകയാണ്. छत्तीसगढ़ के लोगों को काठ बना दिया है. മന്ത്രിമാരെ വിറകാക്കിയിരിക്കുകയാണ്. मंत्रीगणों को काठ बना दिया गया है. എംഎൽഎമാരെ വിറകാക്കിയിരിക്കുകയാണ്. എംഎൽഎമാരെ വിറകാക്കിയിരിക്കുകയാണ്. विधायकों को काठ बना दिया गया है. ഉന്നതന്മാരെ വിറകാക്കിയിരിക്കുകയാണ്. उच्च स्तरीय लोगों को काठ बना दिया गया है. കത്തിക്കുക. जला दीजिए. അഭിഷേകമുള്ളവൻ ഇറങ്ങി കത്തിക്കുക. अभिषिक्त गण निकल कर जला दीजिए. അതുകൊണ്ടാണ് ഈ തീക്കനൽ നിന്റെ അധരത്തിൽ വരുന്നത്. यही कारण इसी कारण यह आग का ये टुकड़ा आपके होठों पर आता നമ്മുടെ है. കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് ഒന്നിച്ച് എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ഒന്നിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ, और जब इम्माउस की ओर जाने वाले चेलों के साथ हमारे प्रभु यीशु मसीह एक साथ चले जा रहे थे. ലൂക്കോസിന്റെ സുവിശേഷം 24:32 നാം വായിക്കുന്നുണ്ട്. लूकोस 24 के 32 में हम पढ़ते हैं. അവരോട് കർത്താവ് അവരോട് വചനം പറയുന്ന സന്ദർഭത്തിൽ, और जब प्रभु उनसे वचन कह रहे थे, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. वहां पर लिखा है उनके अंदर आग जल रही थी. കർത്താവ് വചനം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, प्रभु ने केवल वचन कहे थे, അവരുടെ ഉള്ളം കത്തുവാൻ ഇടവരികയാണ്. लेकिन मलयालम में लिखा उनके अंदर आग लग गई थी. ആമേൻ. അതേ നിലവാരത്തിൽ കാര്യങ്ങൾ മാറാൻ പോകുകയാണ്. ऐसे ही स्तर पर चीजें तब्दील होने जा रही हैं. നീ ബസ്സിൽ കയറുമ്പോൾ ഇടത്തിരിക്കുന്ന ആളിനോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവന്റെ ഉള്ളം